ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഒരു മെറ്റീരിയലിന് കറണ്ട് കണ്ടക്ട് ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ച് മെറ്റീരിയൽസ് ക്യാൻ ജനറലി ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. More classifications are possible, but generally we can classify materials on the basis of current conductivity into 3 types. 1. Conductors. 2. Semiconductors. 3. Insulators. അപ്പോൾ ഈ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് ഉള്ളത്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കണ്ടക്ടേഴ്സ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിക് കറണ്ട് വെരി സ്മൂത്ത്ലി ആൻഡ് ഈസിലി ത്രൂ ദം. അവരുടെ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റൻസ് വളരെ കുറവാണ്. എന്താണ് റെസിസ്റ്റൻസ്? നമുക്കറിയാം, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന ഫാക്ടറിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടക്ടേഴ്സിന്റെ കേസിൽ റെസിസ്റ്റൻസ് വളരെ കുറവാണ്. റെസിസ്റ്റൻസ് ഈസ് വെരി ലോ. റെസിസ്റ്റൻസ് വളരെ കുറവാണ് എന്നുള്ളത് മാത്രമല്ല, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. As temperature increases, resistance also increases. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടും. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഗോൾഡ്, സിൽവർ, കോപ്പർ, അലുമിനിയം എക്സെട്ര. ഗോൾഡ് നല്ലൊരു കണ്ടക്ടറാണ്. സിൽവർ, കോപ്പർ, അലുമിനിയം ഇതൊക്കെയാണ് കണ്ടക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ഉള്ള മെറ്റീരിയൽസ്. ഓക്കെ, അടുത്ത സെമി കണ്ടക്ടേഴ്സ് പറയുന്നതിന് മുമ്പ് ഞാൻ ഇൻസുലേറ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. ഇൻസുലേറ്റേഴ്സ് സാധാരണഗതിയിൽ കറണ്ട് കണ്ടക്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ there are occasions on which insulators can conduct electric current. വളരെ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഇൻസുലേറ്റേഴ്സും ചെറിയ രീതിയിൽ കറണ്ട് കണ്ടക്ട് ചെയ്യാം. എന്നാൽ സാധാരണ കേസിൽ ഇൻസുലേറ്റേഴ്സ് കറണ്ട് കണ്ടക്ട് ചെയ്യാറില്ല. ഇൻസുലേറ്റേഴ്സിന്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ഇൻസുലേറ്റേഴ്സ് ആയിട്ട് നമ്മൾ സാധാരണ പറയുന്നത് വുഡ്, പ്ലാസ്റ്റിക്, റബ്ബർ ഒക്കെയാണ്. ഇതൊക്കെ ഇൻസുലേറ്റേഴ്സ് ആണ്. അപ്പോൾ ഇൻസുലേറ്റേഴ്സ് സാധാരണഗതിയിൽ കറണ്ട് കണ്ടക്ട് ചെയ്യാറില്ല. ഇനി സെമി കണ്ടക്ടേഴ്സിലേക്ക് നോക്കാം. സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി ഇൻസുലേറ്റേഴ്സിന്റെ കണ്ടക്ടിവിറ്റിക്കും കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റിക്കും ഇടയിലാണ്. എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സിന്റെ അത്രയും നന്നായിട്ട് കണ്ടക്ട് ചെയ്യാറില്ല, എന്നാൽ ഇൻസുലേറ്റേഴ്സിനേക്കാൾ നന്നായിട്ട് കണ്ടക്ട് ചെയ്യും. കണ്ടക്ടേഴ്സിന്റെ അത്രയും നന്നായിട്ട് കണ്ടക്ട് ചെയ്യില്ല, എന്നാൽ ഇൻസുലേറ്റേഴ്സിനേക്കാൾ നന്നായിട്ട് കണ്ടക്ട് ചെയ്യും. അപ്പോൾ കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടേഴ്സ് ഈസ് ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. Therefore, the resistance of semiconductors is also in between that of conductors and insulators. സെമികണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. This is a major difference between conductors and semiconductors. കണ്ടക്ടേഴ്സും സെമികണ്ടക്ടേഴ്സും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഇതാണ്. കണ്ടക്ടേഴ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും, എന്നാൽ സെമികണ്ടക്ടേഴ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കറണ്ട് ഫ്ലോ കൂടുതൽ എളുപ്പമാകും. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സെമികണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് സിലിക്കണും ജെർമേനിയവും ആണ്. Silicon and germanium are the most commonly used semiconductors. Okay,
അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നു. മെറ്റീരിയൽസിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഓൺ ദ ബേസിസ് ഓഫ് കറണ്ട് കണ്ടക്ടിവിറ്റി, കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റൻസ് വളരെ കുറവാണ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. ഗോൾഡ്, സിൽവർ, കോപ്പർ, അലുമിനിയം ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി കണ്ടക്ടേഴ്സിൻ്റെതിനും ഇൻസുലേറ്റേഴ്സിൻ്റെതിനും ഇടയിലാണ്. സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. സിലിക്കൺ ആൻഡ് ജെർമേനിയം ആർ ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടു സെമി കണ്ടക്ടേഴ്സ്. ഇൻസുലേറ്റേഴ്സ് സാധാരണഗതിയിൽ കറണ്ട് കണ്ടക്ട് ചെയ്യാറില്ല. ഇൻസുലേറ്റേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് വുഡ്, പ്ലാസ്റ്റിക്, റബ്ബർ ഇതൊക്കെയാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച് സംസാരിക്കാം. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട്. സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഒരു കണ്ടക്ടറിലൂടെ ചാർജ് ഫ്ലോ ചെയ്യുന്നതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം, എന്ത് ഫ്ലോ ചെയ്താലും നമുക്ക് കറണ്ട് എന്ന് പറയാം. നമ്മൾ എയർ ഫ്ലോ ചെയ്യുന്നതിന് നമുക്ക് എയർ കറണ്ട് എന്ന് പറയാം. വാട്ടർ ഫ്ലോ ചെയ്യുന്നതിന് വാട്ടർ കറണ്ട് എന്ന് പറയാം. ഇതുപോലെ ഒരു കണ്ടക്ടറിനകത്തൂടെ ഇലക്ട്രിക് ചാർജ് മൂവ് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. എന്നാൽ കണ്ടക്ടേഴ്സിനകത്ത് മൂവബിൾ ആയിട്ടുള്ള ചാർജസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. നമുക്കറിയാം, ബേസിക്കലി രണ്ട് തരത്തിലുള്ള ചാർജസ് ആണ് നമുക്കുള്ളത്, ഇലക്ട്രോൺസും പ്രോട്ടോൺസും. ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണ്, പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ് ആണ്. എന്നാൽ പ്രോട്ടോൺസ് ന്യൂക്ലിയസിനകത്താണ്, അവർക്ക് സാധാരണഗതിയിൽ മൂവ് ചെയ്യുക സാധ്യമല്ല. അപ്പോൾ ഇലക്ട്രോൺസ് ആണ് സാധാരണഗതിയിൽ കണ്ടക്ടറിനകത്തൂടെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടക്ടറിലെ കറണ്ട് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് കാരണമാണ്. സെമി കണ്ടക്ടേഴ്സിലെ കറണ്ട് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് കാരണം മാത്രമല്ല. ഇലക്ട്രോലൈറ്റ്സിലെ കറണ്ട് കണ്ടക്ഷൻ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും കാരണമാണ്. എന്നാൽ കണ്ടക്ടേഴ്സിലെ കറണ്ട് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് കാരണമാണ്. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ ഒരു കണ്ടക്ടറിലെ ഏതെങ്കിലും ഒരു ക്രോസ് സെക്ഷനിലൂടെ ഒരു സെക്കൻഡിൽ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ചാർജിനെയാണ്, ഇലക്ട്രോൺസിനെയാണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. Intensity of electric current is defined as the time rate of flow of charge across any cross section of the conductor. ഒരു കണ്ടക്ടറിലൂടെ ഒരു സെക്കൻഡിൽ പാസ് ചെയ്യുന്ന ചാർജിനെയാണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. സപ്പോസ് ഞാനൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുന്നു. ആ കണ്ടക്ടറിലൂടെ ടി ടൈം കൊണ്ട് ക്യൂ ചാർജ് ഫ്ലോ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ടി ടൈം കൊണ്ട് ക്യൂ ചാർജ് ഫ്ലോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ഗിവൺ ബൈ I is equal to Q by T. ചാർജ് ബൈ ടൈം, ചാർജ് പാസിംഗ് ത്രൂ എ കണ്ടക്ടർ ഇൻ യൂണിറ്റ് ടൈം, അതിനെയാണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇനി ഒരു കണ്ടക്ടറിലൂടെ, സപ്പോസ് ഒരു കണ്ടക്ടറാണ്, ഈ കണ്ടക്ടറിലൂടെ ഇങ്ങനെ ഇലക്ട്രോൺസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടക്ടറിലൂടെ ഒരു സെക്കൻഡിൽ n ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. n ഇലക്ട്രോൺസ് ഇൻ 1 സെക്കൻഡ്. ഒരു കണ്ടക്ടറിലൂടെ ഒരു സെക്കൻഡിൽ n ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ഗിവൺ ബൈ I is equal to NE. എന്താണ് E? E is charge of electron. ഇലക്ട്രോണിന്റെ ചാർജ് നമുക്കറിയാം 1.6 into 10 raised to minus 19 കൂളോം. ദിസ് മച്ച് നെഗറ്റീവ് ചാർജ്. ഞാനിവിടെ നെഗറ്റീവ് സൈൻ ഉപയോഗിക്കുന്നില്ല, പക്ഷേ ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. ഓക്കെ, ഇനി നമ്മൾ സർക്കുലർ ഷേപ്പിലുള്ള ഒരു കണ്ടക്ടർ എടുക്കുകയാണ്. ഈ കണ്ടക്ടറിലൂടെ, സർക്കുലർ ഷേപ്പിലാണ് നമ്മുടെ കണ്ടക്ടർ, ഒരു ഇലക്ട്രോൺ
ഈ സർക്കുലർ ഷേപ്പിലുള്ള കണ്ടക്ടറിലൂടെ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ സർക്കിളിന്റെ സർക്കംഫറൻസിലൂടെ മൂവ് ചെയ്യുന്നു വിത്ത് എ ഫ്രീക്വൻസി എഫ്. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ഫ്രീക്വൻസി എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ഗിവൺ ബൈ I is equal to Fe. അപ്പോൾ ഞാനിപ്പോ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ 3 എക്സ്പ്രഷൻസ് പറഞ്ഞു, 3 ഫോർമുല പറഞ്ഞു. ഈ 3 നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ഒരു കണ്ടക്ടറിലൂടെ ടി ടൈമിൽ ക്യൂ ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ I is equal to Q by T. മറ്റൊന്ന്, ഒരു കണ്ടക്ടറിലൂടെ ഒരു സെക്കൻഡിൽ n ഇലക്ട്രോൺസ് പാസ് ചെയ്യുകയാണെങ്കിൽ intensity of current is I is equal to Ne. മൂന്നാമത്, if an electron is moving through the circumference of a circle with a frequency f, then intensity of electric current is I is equal to Fe. അപ്പോൾ ഈ 3 എക്സ്പ്രഷൻസും നമുക്കറിയാമായിരിക്കണം. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ 3 നമുക്ക് വേണ്ടി വരും. ഇനി ഇലക്ട്രിക് കറണ്ടിന് സ്പെസിഫിക് ആയിട്ടുള്ള ഡയറക്ഷൻ ഉണ്ട് എങ്കിൽ പോലും ഇലക്ട്രിക് കറണ്ട് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് കറണ്ട് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. ബിക്കോസ് ഇലക്ട്രിക് കറണ്ട് ഡസ് നോട്ട് ഒബേ ലോസ് ഓഫ് വെക്റ്റർ ഓൾജിബ്ര. ഇലക്ട്രിക് കറണ്ട് ഡസ് നോട്ട് ഒബേ ലോസ് ഓഫ് വെക്റ്റർ അഡീഷൻ. ട്രയാങ്കിൾ ഓഫ് വെക്റ്റർ അഡീഷൻ, പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ, പോളിഗൺ ലോ ഓഫ് വെക്റ്റർ, ഇത് ഒബേ ചെയ്യില്ല. അതുകൊണ്ട് ഇലക്ട്രിക് കറണ്ട് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. മറ്റൊന്ന്, ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ആംബിയർ. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ ആണ്, ഡിനോട്ടഡ് ബൈ എ, ക്യാപിറ്റൽ എ. ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ആംബിയർ, ക്യാപിറ്റൽ എ. ഓക്കെ, അപ്പോൾ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ടുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ. ഇനി മറ്റൊന്ന്, what is the direction of electric current? ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് കാരണമാണ് കറണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ, ഇതൊരു കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. ഈ കണ്ടക്ടറിലൂടെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷൻ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജാണ്. സപ്പോസ് പോസിറ്റീവ് ചാർജ് കാരണമായിരുന്നു കറണ്ട് കണ്ടക്ഷൻ നടന്നിരുന്നതെങ്കിൽ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ആയിരുന്നേനെ കറണ്ടിന്റെയും ഡയറക്ഷൻ. പക്ഷേ ഇവിടെ അതല്ല. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ടിന്റെ ഡയറക്ഷൻ, ബിക്കോസ് ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്. ആൻഡ് the velocity of electric current is almost equal to the velocity of light in vacuum, which is about 3 into 10 raised to 8 meter per second. ഏകദേശം ഇത്രയുമാണ്. ഇലക്ട്രിക് കറണ്ടിന്റെ വെലോസിറ്റി is almost equal to the velocity of light in vacuum, which is nearly 3 into 10 raised to 8 meter per second. Okay. ഇനി നമുക്കറിയേണ്ടത് EMF, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, അല്ലെങ്കിൽ EMF. ഞാൻ പറഞ്ഞു, ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രോൺസ് സ്പെസിഫിക് ആയിട്ട് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യില്ല. കണ്ടക്ടറിനകത്ത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും, ബട്ട് ദേ മൂവ് ഇൻ എ റാൻഡം ഫാഷൻ. എന്നാൽ റാൻഡം ആയിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ട് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവില്ല. ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകണമെങ്കിൽ ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യണം. അങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ EMF വേണം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് ആക്ച്വലി EMF എന്ന് പറയുന്നത്. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ, സപ്പോസ് ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിലേക്ക് ഞാനൊരു സെൽ അപ്ലൈ ചെയ്യുന്നു. ഈ സെൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ കണ്ടക്ടറിനകത്തുള്ള ഇലക്ട്രോൺസ് കണ്ടക്ടറിലൂടെ മൂവ് ചെയ്യും. യൂണിറ്റ് ചാർജിനെ
1 കൂളം ചാർജ്, യൂണിറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 1 കൂളം ചാർജ്. 1 കൂളം ചാർജിനെ ഒരു പ്രാവശ്യം ഈ സർക്യൂട്ടിലൂടെ പൂർണ്ണമായി മൂവ് ചെയ്യിക്കുന്നതിന് നമ്മുടെ സെല്ല് ചെയ്യുന്ന വർക്കിനെയാണ് നമ്മുടെ സെല്ലിന്റെ EMF എന്ന് പറയുന്നത്. 1 കൂളം ചാർജിനെ, യൂണിറ്റ് ചാർജിനെ ഒരു പ്രാവശ്യം നമ്മുടെ സർക്യൂട്ടിലൂടെ പൂർണ്ണമായി മൂവ് ചെയ്യിക്കുന്നതിന് നമ്മുടെ സെൽ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മുടെ സെല്ലിന്റെ EMF എന്ന് പറയുന്നത്. അപ്പോൾ EMF of a cell is defined as the work done by the cell in moving unit charge once around the circuit. ഇത് ഈ സെല്ല് തന്നെ ആവണമെന്നില്ല, മറ്റേതൊരു സോഴ്സും ആകാം. ഏത് സോഴ്സ് ആണെങ്കിലും ആ സോഴ്സിന്റെ EMF എന്ന് പറയുന്നത് സർക്യൂട്ടിലൂടെ യൂണിറ്റ് ചാർജിനെ ഒരു പ്രാവശ്യം മൂവ് ചെയ്യിക്കാൻ ആ സോഴ്സ് ചെയ്ത വർക്കാണ്. അപ്പോൾ EMF of a source is defined as the work done by that source in moving unit charge once around the circuit. Suppose നമ്മുടെ സോഴ്സ് യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ചെയ്ത വർക്ക് W ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഡബ്ല്യുവിനെയാണ് EMF എന്ന് പറയുന്നത്. സപ്പോസ് Q ചാർജിനെ സർക്യൂട്ടിലൂടെ മൂവ് ചെയ്യിക്കാൻ നമ്മുടെ സെല്ല് ചെയ്ത വർക്ക് W ആണെങ്കിൽ സെല്ലിന്റെ EMF എന്ന് പറയുന്നത് W/Q. ദിസ് ഈസ് ദ EMF ഓഫ് ദ സെൽ. Q ചാർജിനെ ഈ സർക്യൂട്ടിലൂടെ ഒരു പ്രാവശ്യം മൂവ് ചെയ്യിക്കാൻ നമ്മുടെ സെല്ല് ചെയ്ത വർക്ക് W ആണെങ്കിൽ EMF ഓഫ് ദ സെൽ ഈസ് ഗിവൺ ബൈ W/Q. ഇനി എന്താണ് EMFന്റെ യൂണിറ്റ്? നമുക്ക് ഡിറൈവ്ഡ് യൂണിറ്റ് ആയിട്ട് എന്ത് പറയാം? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് വർക്ക്? യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ജൂൾ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ചാർജ്? കൂളം. Or the unit of EMF is joule per coulomb. Joule per coulomb. This is the derived unit of EMF. എന്നാൽ കൺവെൻഷണൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വോൾട്ട് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. നെയിംഡ് ആഫ്റ്റർ സയന്റിസ്റ്റ്. വോൾട്ട്. The unit of EMF is volt. Okay.